പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പുതു ഞായറാഴ്ചയാണല്ലോ നമ്മൾ ആചരിക്കുക. അസുഖത്തെ പുനരുത്ഥാനത്തിന് ശേഷം ദൈവാത്മാവിലൂടെ ശ്ലൈഹിക അനുഭവം ലോകത്തെ മറിച്ച് ആത്മീയ വിപ്ലവം ഇന്ന് അതിൻ്റെ ശക്തി നാം പരിശോധിക്കുന്ന ഒരു കുറവ് പക്ഷേ ചെയ്ത് കണ്ടറിയ അനുഭവം പരിശുദ്ധാത്മാവിൽ ആ ദൈവിക പദ്ധതി നമ്മളിലൂടെ ആരംഭിച്ച് ഉത്ഥാനത്തിൽ സഭയ്ക്ക് രക്ഷയുടെ പദ്ധതി ആവിഷ്കരിച്ച് ആകാശത്തിന് കീഴിലെ മനുഷ്യയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന സത്യം വിളംബരം ചെയ്യപ്പെടുന്നത് വാസ്തവത്തിൽ നമ്മൾ ഹൃദയം കൊണ്ട് കണ്ട് അനുഭവിച്ച് പ്രഘോഷിക്കാൻ തയ്യാറാവേണ്ടതാണ്. അതുകൊണ്ട് തോമാസ്ലിയായുടെ ശ്ലൈഹിക അനുഭവത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്ന തിരുവചന ഭാഗങ്ങളെല്ലാം. നമ്മുടെ പിതാവായ തോമാസ്ലിയ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ അതിസുന്ദരമായ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ആത്മാവിനെ കോരിത്തരിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ലോകം വ്യക്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കും. സാത്താൻ സഭയുടെ അനുഭവങ്ങൾ, അരുണാചൽ പ്രദേശത്ത് പോയി ആത്മഹത്യ ചെയ്ത ആളുകളുടെ 3 വ്യക്തികളുടെ അനുഭവം മാത്രമൊന്നും അല്ലാതെ അതിന് മുമ്പ് നടന്നിരുന്നു. എന്നാൽ 7 വർഷം പൂർത്തിയായ ഒരു വലിയ സംഭവം നടത്തുന്നു. അന്തൻകോട്ട് ഒരു ഒന്നാന്തര എഞ്ചിനീയർ തൻ്റെ കുടുംബത്തിലെല്ലാവരെയും കൊന്നിട്ട് അവസാനം ഇപ്പം ജയിലിൽ കഴിയുന്ന അവസ്ഥയ്ക്ക് കാരണഭൂതമായ സാത്താൻ സേവ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇടയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നത് നരബലി പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏലത്തൂർ നരബലിയൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കുകയല്ലേ. അത് ഒരു വശം കിടക്കും. മറുവശേ സകല മനുഷ്യരുടെയും രക്ഷ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, സാർവത്രിക രക്ഷ പ്രഖ്യാപിക്കുമ്പോൾ അതിശക്തമായിട്ട് പ്രഖ്യാപിക്കുന്ന മറ്റൊരു ഭാഗം തങ്ങളൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കൊല്ലപ്പെടണമെന്ന് ചിന്തിക്കുന്ന അതിഭീകരമായ സിദ്ധാന്തത്തിൻ്റെ കടന്നുകയറ്റം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെളിച്ചത്തിലാണ് നാം ഇന്ന് കാര്യങ്ങളൊക്കെ അപഗ്രഥിക്കാനായിട്ട് പോയെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ സംഭവങ്ങൾ ഓർക്കുമ്പോൾ നല്ലതാണ്. എന്താണ് ഇവരെയൊക്കെ സ്വാധീനിച്ചത്? ഈ 3 പേരെ അവർ ഏതെല്ലാം തരത്തിൽ ആ സമയത്ത് ഒരു മകളെ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ആര്യാന്ന പെൺകുട്ടി ആ ബന്ധത്തിൽ കടന്നുകൊണ്ട് ആ മാതാപിതാക്കൾ ആകുലചിത്തരായി എങ്ങനെയും അതിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി സ്ഥലം മാറ്റിയൊക്കെ അവസാനം കല്യാണം നിശ്ചയിച്ച് അവൾ അതിനോടൊക്കെ സഹകരിച്ച് അവസാനം കല്യാണം ആളുകളൊക്കെ വിളിച്ച് പുടവയൊക്കെ മേടിച്ച് റെഡിയായിരിക്കുമ്പോഴാണ് ആളിനെ കാണാൻ പോയി. നവീൻ തോമസ് എന്ന വ്യക്തിയുമായിട്ട് പോയി നേരെ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങ് ദൂരയിലേക്ക് ദേവി എന്ന വ്യക്തി നവീൻ തോമസുമായിട്ട് കൂട്ടിച്ചേർന്ന് അരുണാചൽ പ്രദേശത്ത് പോയിട്ട് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ അതിഭയങ്കരമായ അനുഭവത്തിന് അടിപ്പെട്ടു പോയ ആളുകൾ എന്തൊരു തലത്തിലേക്കാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇതൊക്കെ ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പം ഇതിൻ്റെയൊക്കെ പിന്നിലെ ചിന്തകളെക്കുറിച്ച് നമുക്ക് വാസ്തവത്തിൽ ഈ സാഹചര്യങ്ങൾ ഇന്ന് ഈ തോമാസ്ലിയായുടെ ദൈവാനുഭവമൊക്കെ പ്രഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു മൂല്യവും ഇതിനോടൊക്കെയുള്ള ആ വ്യത്യസ്തങ്ങളായ സമീപനങ്ങളുമൊക്കെ നാം മനസ്സിൽ കരുതേണ്ടതാണ്. പരിശുദ്ധ കുർബാനയിലും അവിടുന്ന് പുറപ്പെടുന്ന ശക്തിയിലുമൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യനെ സാർവത്രിക രക്ഷയിലേക്കും ദൈവാത്മാവിലേക്കും കൂട്ടായ്മയിലേക്കും നന്മയിലേക്കുമൊക്കെ ഈ മനുഷ്യകുലത്തെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് മറുഭാഗ ശക്തിയൊക്കെ സംഭവിച്ചു. 7 വർഷം മുമ്പ് നടന്ന അന്തംകോട് സംഭവം അത് 4 കൊലപാതകങ്ങളാണ്. ഏറ്റവും ഇളയ പുത്രനാൻ എന്തൊക്കെ ചെയ്തു നോക്കണേ. അവൻ വളരെ 10 വർഷമായിട്ട് സാത്താൻ സഭയിൽ ചെന്ന് പെട്ടിട്ട് അവൻ പ്ലാൻ ചെയ്ത് വന്ന് വീട്ടിലേക്ക് എത്തിയിട്ട് സാവധാനത്തിൽ ആദ്യം കൊച്ചു പെങ്ങളെ ഡോക്ടറായിരിക്കും കൊച്ചു പെങ്ങളെ വിളിച്ച് മോളിൽ കയറ്റിയിട്ട് അവളെ അങ്ങ് കൊന്നു. രഹസ്യമായിട്ട് ഒച്ച കേട്ടുകൊണ്ട് അമ്മ ചോദിച്ചു, എന്താ മോനെ ശബ്ദം? അമ്മ ഞാൻ കയറി വന്ന പ്രൊഫസറാന്ന് പറയണം. ഇത് എല്ലാ വിദ്യാഭ്യാസ സമ്പന്നരാണ്, പ്രൊഫസറാണ്. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് കയറ്റി അമ്മ വന്നു കഴിഞ്ഞപ്പോൾ പുറകെ കൂടെ പതുക്കെ അമ്മ നമുക്ക് ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ കയറ്റിക്കൊണ്ടോ വീഡിയോ കാണിച്ചു തരാമെന്ന് കയറ്റി ഒരു വീഡിയോ കാണിക്കത്തക്ക ഒരു രീതിയിലൊക്കെ അഭിനയിച്ച് അമ്മ സൂക്ഷിച്ച് നോക്കിക്കാൻ പുറകിലൂടെ ചെന്നിട്ട് കൂടം കൊണ്ട് ഒരൊറ്റ അടിച്ച് അമ്മയെ താഴെ. അതുപോലെ തന്നെ പ്രൊഫസറായിരിക്കും അപ്പനെയും മുകളിൽ കൊണ്ടുവന്ന് അതുപോലെ രീതിയിൽ അപ്പനെയും കൊന്നു. മാത്രവുമല്ല ഒരു ബന്ധു കൂടെ ഉണ്ടായിരുന്നു, അതിനെയും കൊന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നാണ് ഈ കെജ എന്നിട്ട് പിന്നീട് പറഞ്ഞത്. ആസ്ട്രൽ പ്രൊജക്ഷൻ അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് കയറിയ ഒരു വല്ലാത്ത ചിന്തയാണ്.
പെട്ടെന്ന് അങ്ങനെ വേറെ എന്തോ ഒരു സമ്പന്നരായ ആൾക്കാരായിരുന്നു, 20 ഏക്കറോളം തോട്ടമുണ്ടായി. ഇന്ന് ആ കെട്ടിടം അവിടെ കിടക്കുന്ന ചിത്രം കാണാനിടയായി. പുല്ലും കാടും മേടുമൊക്കെ ആയിട്ട് ഈ ഡോക്ടറുടെ പേര് വെച്ച് ആ കെട്ടിടം അവിടെ കിടക്കുന്നത് നമുക്ക് ഈ കാണുന്ന ഇപ്പം ചില വീഡിയോയിലൊക്കെ കാണാനായിട്ടിടയായി. അതേസമയത്ത് ഈ പ്രവൃത്തി ചെയ്ത വ്യക്തിയോ ജയിലിൽ കിടന്നിട്ടിപ്പോൾ 7 വർഷമായിട്ട് അത് അവിടെ കടന്നുകൂടി ജീവിതത്തിൻ്റെ എന്തൊരവസ്ഥയിലേക്ക് പോയി മനുഷ്യനിത് മനസ്സിലാകുമോ? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിശക്തമായി സ്വാധീനിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ വമ്പൻ മാഫിയാവുകൾ ഉണ്ട് എന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ എന്തുകൊണ്ട് ഇതൊക്കെ വാസ്തവത്തിൽ നിരോധിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാൻ നിരോധിക്കേണ്ടവരാരാ? നിരോധിക്കാത്തവരുടെ ഇടയിൽ പോലും ഇതിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ അതുകൊണ്ട് ഇത് കടന്നുകയറ്റത്തിൽ സംഭവിക്കുന്ന ഈ വലിയ ഭയങ്കര ദുരന്തത്തെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങൾക്കുണ്ടാകും. നമ്മുടെ മക്കൾ വ്യാപരിക്കുന്ന മേഖലകളിലൂടെയൊക്കെ ഇതിൻ്റെയൊക്കെ കുറേശ്ശെ സ്വാധീനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇതൊക്കെ ചെന്നെത്തുന്ന ഈ ADMAയിലും മറ്റേലും മറിച്ചിലൊക്കെ പറഞ്ഞു പോകുന്ന സംഗതി ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരിയെടുക്കാൻ നിവൃത്തിയില്ല എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത്. അതൊക്കെ തന്നെ അതോട് ചേർന്ന് പോകുന്നതാണ് സഭയെ തകർക്കാനുള്ള അതിശക്തമായ നീക്കം. കാരണം അതിന് നേരെ എതിരാണല്ലോ. വൈദികരും വൈദിക അഭിഷിക്തരെയും അല്ലെങ്കിൽ സന്യാസത്തെയും സന്യാസ ജീവിതത്തെയും അല്ലെങ്കിൽ സഭയെയും ഒക്കെ തകർക്കാനായിട്ട് ബോധപൂർവ്വ ശ്രമം നടക്കുന്ന നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ വിഷമം തോന്നുക, ഇതെന്തൊരു കളിയാണ്, ഈ നന്മ മാത്രം ചെയ്യുന്ന ഒരു സമൂഹത്തിനെതിരെ എത്രമാത്രം നന്മ കണ്ണു തുറന്ന് കാണാവുന്ന രീതിയിൽ സർവർക്കും നന്മ മാത്രം ചെയ്യുന്ന ഒരു സമൂഹത്തെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ പിമ്പി അത് പൈശാചിക ശക്തിയാണ് തിരിച്ചറിഞ്ഞാൽ നാം പിന്നെ അതേക്കുറിച്ച് അന്ധാളിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മറുഭാഗത്ത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഊറിക്കത്തിച്ചുകൊണ്ട് ദൈവത്തെ കാണിച്ചു കൊടുത്തിട്ട് അതിനുള്ള സാക്ഷ്യം ജീവിതത്തിലൂടെ പ്രകടമാക്കുക എന്നുള്ളതല്ലാതെ ഇതിനെയൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം പിശാച് അവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും, സാത്താൻ അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കും. അവനധികം സമയമില്ല, കർത്താവിന് 2ാമത്തെ വരവരെയുള്ളൂ, അതോടുകൂടി അവൻ്റെ പണി തീരും. അതുകൊണ്ട് അവൻ പരമാവധി ആളുകളെ അവൻ്റെ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമാണിത്. അത് പല തരത്തിലും പല വിധത്തിലും പ്രകടമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇന്ന് തൊട്ടടുത്ത ദിനത്തിൽ എന്താ സംഭവിച്ചേ? സഭയെ തളിപ്പറമ്പിൽ 3 അംഗങ്ങൾ ചെന്നിട്ട് ഒന്നാന്തരം ഒരു ഹോസ്റ്റൽ, ഫാറ്റിമ ഹോസ്റ്റൽ എന്ന് പറയുന്നത് FCC സിസ്റ്റേഴ്സിൻ്റെ ആ ഹോസ്റ്റൽ കരിമ്പത്തുള്ളത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 9:45 അവരാരും സീനിയർ സിസ്റ്റേഴ്സൊക്കെ ധ്യാനത്ത് പോയ അവസരം നോക്കി 2 കൊച്ചു സിസ്റ്റേഴ്സ് മാത്രമുള്ള അവസരത്തിൽ അവിടെ ചെന്ന് കല്ലേറ് നടത്തിയിട്ട് ഭയപ്പെടുത്തി. ആ കൊച്ചു സിസ്റ്റേഴ്സിന് പുറത്തു വരാൻ ധൈര്യമില്ലായിരുന്നില്ല. അതുങ്ങൾ പാവങ്ങളെ പേടിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ പാതിരാക്കി ശബ്ദം കേട്ട് രാവിലെ വന്നപ്പോൾ ജനലുകൾ ചാപ്പലിൽ ജനലുകളൊക്കെ തകർന്നു കിടക്കുക. അപ്പോൾ 50 വർഷം പഴക്കമുള്ള ഒരു സന്യാസ ഭവൻ എന്തുമാത്രം നന്മ ആ പ്രദേശം ചെയ്താൽ നാട്ടുകാർക്കെല്ലാം അറിയാം. അവരെന്തുമാത്രം നന്മ ചെയ്താൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് എന്താ പിന്നീട് അതിനോടുള്ള ഒരു പ്രത്യേക ഉടനെ ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങൾ പ്രതികളെ കണ്ടെത്തും ഒക്കെ ചെയ്താൽ നല്ലത് തന്നെ. പക്ഷേ ഇതൊന്നും ചെയ്യുന്നതിലൊന്നും നമ്മളാരും പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും വെക്കേണ്ടതില്ല. കാരണം ഇതിൻ്റെയൊക്കെ പിൻപിലെ നാരകീയ ശക്തികൾ സ്വാധീനം എല്ലാ തലങ്ങളിലുമുണ്ട്. ഭയമല്ലേ, ആൾക്കാർക്ക് പേടിയാണ്. ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നവർക്ക് എതിരെ നിൽക്കാൻ ഭയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കിട്ടുമ്പോൾ അതിനേക്കാൾ ഭയമാണ്. ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുക, പേടിപ്പിച്ച് നിൽക്കുകയല്ലേ. ഒരു വശം അതുകൊണ്ട് ഞങ്ങളല്ലാതെ വേറെ ആരും ഈ ഭൂമിയെ വേണ്ടെന്ന് ചിന്തിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളുള്ളപ്പോൾ, ബാക്കിയുള്ളവർക്ക് കൊന്നെടുക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളുള്ളപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ എണ്ണം കൂടി വരുമ്പോഴത്തേക്കും മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ സാഹചര്യം ഏതാണ്ട് 10,000 വീട്ടുകാർ, 750 അല്ലെങ്കിൽ അത് കൂടുതൽ വീട്ടുകാരുടെ ഇടവകയിലാണ് സംഭവിക്കുന്നത് ഓർക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം. ഇതിപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച നടന്ന കാര്യമായിരുന്നു ഞാൻ എടുത്തു പറഞ്ഞത്. അതുപോലെ എത്ര സംഭവങ്ങളാണ് ആൻറ്റി ജീസസ് ഗ്രൂപ്പ് എന്ന്, കർത്താവിൻ്റെ മാപ്പും എതിരായിട്ട് ഗ്രൂപ്പുകളുള്ളൂ. മറ്റൊരു വിശ്വാസത്തിൻ്റെ മൂർത്തികൾക്കെതിരായിട്ട് ഗ്രൂപ്പുകളില്ലല്ലോ. ഈശോയ്ക്കെതിരായിട്ട് മാത്രമേ ഗ്രൂപ്പുകളുള്ളൂ. ഈശോയ്ക്കെതിരായിട്ട് മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം ഈശോയാണ് സത്യം, അവിടുന്നാണ് ജീവൻ. അതുകൊണ്ട് അതിനെതിരെ പിശാച് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ അന്താളിക്കണം, അയ്യോ ഞങ്ങളൊക്കെ വൈദികർ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത്രയും നല്ല ഒരു ജീവിതം നയിച്ചിട്ട് ആളുകളുടെ മുമ്പിലും അതുപോലെ തന്നെ സഭാധികാരികളുടെ മുമ്പിലുമൊക്കെ നീതിനിഷ്ഠയോടുകൂടി പ്രവർത്തിച്ചിട്ട് ഈ ചീത്തയൊക്കെ കേൾക്കാൻ വെറുതെ ലോഹധാരി എന്ന നിലയിൽ മാത്രം അത് വെറുക്കപ്പെടുമ്പോൾ സങ്കീർത്തനം പറയുന്ന പോലെ കാരണം കൂടാതെ അവരെന്നെ വെറുത്തു എന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ചിലപ്പോൾ നമ്മൾ അന്താളിച്ച് നിന്നു. ഇതെന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത്രയും നന്മ ചെയ്തിട്ട് ഇത് എന്തിനാ ഇവരിങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട്, നമുക്കാണ് ആരോടും ഒരു പകയുമില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. എല്ലാവരുടെയും രക്ഷ, എല്ലാ സമൂഹങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് പിന്നെ എന്താ നമ്മളോട് ഇങ്ങനെ ചെയ്യേണ്ടത്?
നമ്മളിന്ന് ഉപദ്രവിച്ചിട്ട് ഒരു കാലത്ത് എത്ര ആദരവും ബഹുമാനത്തോടെ കണ്ടിരുന്ന കത്തോലിക്ക പൗരോഹിത്യത്തെ ഇന്ന് ചുമ്മാ വലിച്ച് കയറി താഴെയിട്ട് വെട്ടിയെടുത്തിക്കത്ത രീതിയിലേക്ക് പോകുന്ന രീതികൾ കാണുമ്പോൾ അന്താളിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഈ രീതിയിലുള്ള പൈശാചിക ശക്തികളുടെ പ്രവർത്തനം മൂർധന്യത്തിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ അവരെക്കുറിച്ച് പറയുമ്പോൾ ഇതിലപ്പുറം നടക്കാൻ പോകുന്ന മുൻകൂട്ടി ഗുരു പറഞ്ഞിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് നമ്മളൊട്ടും പേടിക്കേണ്ട കാര്യം. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ ആ ശ്ലൈഹിക അനുഭവം സഭയിലൂടെ തുടർന്ന് തന്നെ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന ശക്തരായ ആൾക്കാർ മുൻപോട്ട് വരാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇത് വിപരീത സാഹചര്യങ്ങൾ വരുമ്പം സാധാരണ മനുഷ്യർ, നല്ല മനുഷ്യർ, ഇവരൊന്നും അറിയത്തില്ല. ഓരോ സംഭവം കഴിയുമ്പോൾ അത് കേട്ടു അവരെ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വാർത്ത കേട്ടു അത് ഞാൻ അങ്ങ് മറന്നു പോവുകയാണ്. ഇതങ്ങനെ ഞെട്ടിപ്പിക്കുന്ന സംഭവം മാത്രമൊന്നുമില്ല, അതിന് ചില പ്രത്യയശാസ്ത്രങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കുറച്ചായി മറിഞ്ഞ ചില സമയത്ത് പ്രത്യക്ഷത്തിൽ വന്നുകൊണ്ട് പിടികിട്ടിയാൽ സത്യമായിട്ടും നമ്മുടെ ആൾ കുറേ കൂടിയൊക്കെ വിവേകത്തോടുകൂടി പൊതുജനം വിവേകത്തോടുകൂടി പെരുമാറുകയും ഇങ്ങനെയുള്ള പെൺകുട്ടി ആര്യ പറയുന്ന പെൺകുട്ടി ആ അപ്പൻ്റെയൊക്കെ എൻ്റെ മനസ്സിൽ എന്തൊരു പ്രയാസം. ആ കുഞ്ഞിനെ കല്യാണം നടത്താൻ വേണ്ടി വാങ്ങി വെച്ചിരുന്ന ഇതെല്ലാം വാങ്ങി റെഡിയായി വെച്ചിട്ട് പുടവയിൽ തന്നെ മൃതശരീരം കൊണ്ട് അടക്കം ചെയ്യേണ്ടി വന്നില്ലേ? ആത്മാവിൻ്റെ വേദന എന്ത് ഭയങ്കരം ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല ഈ ഇരുട്ടിൻ്റെ തത്വശാസ്ത്രങ്ങൾ സ്വാധീനിക്കുന്നത്. അത് തലമുറയെ നശിപ്പിക്കുമെന്ന കാര്യം ബോധ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വിജിലൻ്റ് ആയിരിക്കേണ്ടതല്ലേ നമ്മൾ? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, നമ്മൾ ഇതിനെതിരെയൊക്കെ പരാമർശിച്ചിട്ട് അവരോടൊക്കെ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല. കാരണം പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവൻ നമ്മളെക്കാലൊക്കെ ബുദ്ധിയുള്ളവനാണ്. അവനതിൻ്റെ പ്ലാനിങ്ങും പദ്ധതിയൊക്കെയുണ്ട്. നമ്മളെക്കാൾ സ്ട്രാറ്റജിക്കായിട്ട് പെരുമാറാൻ അവൻ അറിയാം. അതുകൊണ്ട് നമ്മളതിനെതിരെ ഒന്നും പോയിട്ടൊന്നൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ ശ്ലൈഹിക അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധമായ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ആളുകളെ എണ്ണം കൂട്ടിക്കൊണ്ടുവരണം. അവിടെ ദൈവത്തിനെതിരായിട്ട് പോയ ആരും രക്ഷപ്പെടില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് നമുക്ക് എതിര് നിൽക്കാൻ ആകുമെന്ന് ചോദിക്കുന്ന ശ്ലീഹായുടെയൊക്കെ അനുഭവം നമ്മളിലേക്ക് വരണം. നമുക്ക് ആരെ ക്രിസ്തുവിന് സ്നേഹത്തിൽ നമുക്ക് വേറൊരുത്താൻ പറ്റും? മദ്ദനത്തിനോ പട്ടിണിക്കോ പീഡനത്തിനോ നഗ്നതയ്ക്കോ ചോദിക്കുന്ന ചോദ്യമൊക്കെ പ്രസക്തമായി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞ് ഭയങ്കരമായി അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഗതിയാണ്, ഒരു ഭാവനയിലുള്ളതല്ല. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാഹചര്യം. അതൊന്ന് ടച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം കൊടുത്തു കഴിഞ്ഞാൽ അവരതിനു വേണ്ടി മരിക്കും. അങ്ങനെയുള്ള ആളുകൾ എണ്ണം കൂടി വരുന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ സംഭവം. അതുപോലെ തന്നെ നല്ല പ്രീച്ചേഴ്സ് രൂപം കൊണ്ടുവരാൻ, അതായത് വെറുതെ പ്രസംഗിച്ചിട്ട് പോകുന്നില്ല, അത് ജീവിതത്തോടെ പ്രകടിപ്പിക്കുന്ന നല്ല പ്രഘോഷകരുന്ന ഏറ്റവും അത്യാവശ്യമായിരിക്കും. അങ്ങനെ നമുക്ക് സഭയിൽ നിന്ന് ധാരാളം ദൈവം നൽകുന്നുണ്ട് എന്നുള്ള നമുക്ക് സമാധാനിക്കുകയും ആശ്വസിക്കുകയും ചെയ്യാം. എങ്കിലും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട് വായനകളിലേക്ക് കിടക്കുക. വായനയിലേക്ക് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ വായനയിൽ കൂടെ തന്നെ ലേവായുടെ പുസ്തകത്തിന് 26 അധ്യായം 1-11 വാക്യം പറയും പ്രധാനപ്പെട്ട സംഗതി ഒരു അസാധാരണമായ അതുവരെ കേട്ടിട്ടില്ലാത്ത, അതുവരെ കണ്ടിട്ടില്ലാത്ത, അതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഒരു ദൈവം തന്നെ വെളിപ്പെടുത്തുക. അതാണ് പ്രത്യേകത. ഈ ദൈവം എവിടെ നിന്നാണ്? അബ്രഹാമിനെ വിളിച്ച ദൈവം തന്നെ. ഈ ദൈവം ആരാ? പർദീസായിൽ വെച്ചിട്ട് വാഗ്ദാനം നൽകിയ ദൈവം തന്നെയാണ്. ആ ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്, അതായത് മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവേൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പന പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും. സമൃദ്ധിയെക്കുറിച്ച്, അതായത് ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ പലതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വഴിയെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സിലാകുന്ന ഭൗതിക സമൃദ്ധിയാണ്. എൻ്റെ വഴിയെ ഞാൻ അബ്രഹാം പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു തരുന്ന വഴിയെ നീ പോവണം. നിൻ്റെ കുടുംബത്തെയും പിതൃഗൃഹത്തെയും ഒക്കെ വിറ്റിട്ട് ഈ ദേശത്തെയും വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തോടെ നീ പോയാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായി നിന്നിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. അതായത് പറഞ്ഞത് നമ്മുടെ രക്ഷ എന്നുള്ള രക്ഷയാണ്. എല്ലാവരും ഉൾക്കൊള്ളുന്നു, ആരെയും തള്ളി ബാക്കിയുള്ളതെല്ലാം കൊള്ളുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നതാണ് ഈ വിശ്വാസത്തിന് പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. സമാധാനമാണ് കൊണ്ടുവരുന്ന കർത്താവ് നമുക്ക് സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങൾ ദേശത്തുകൂടെ വാളിനി കടന്നു പോകുകയില്ല. വളരെ ഇത്ര ശക്തമായ രീതിയിൽ ദൈവം തൻ്റെ സ്നേഹത്തെ അവതരിപ്പിക്കും. സ്നേഹസമ്പന്നനായ ദൈവം തന്നെ അവതരിപ്പിക്കുന്ന മനോഹരമായി ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടിയോടൊപ്പം ഈ ദൈവം ഉടമ്പടിയുടെ ദൈവമായി. ഉടമ്പടി എന്ന് പറഞ്ഞാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
ഔദാര്യമാണ്. അതായത് ഇങ്ങോട്ട് ഗ്രറ്റുവിറ്റസ് ആയിട്ട് ദൈവം തന്നെ ഇങ്ങോട്ട് തരിക തന്നെ അതിന് പ്രതികരിക്കാൻ മാത്രം മതി. ഞാൻ എൻ്റെ അധികാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഇത് വരാൻ പോകുന്ന പിന്നീട് രക്ഷാചരിത്രം സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ എൻ്റെ കൂടാരം സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിവർന്നു നിൽക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. നുകത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കും. മനുഷ്യൻ എന്തെല്ലാം അടിമത്തത്തിലാണ് കഴിയണ്ടേ? അവൻ്റെ മുഖം വെച്ച് വിട്ടിരിക്കുകയല്ലേ. ഇവൻ എന്തെല്ലാം ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. എന്തോ ഒരു കഷ്ടപ്പാട്, രോഗത്തിൻ്റെതും പണത്തിൻ്റെ സാമ്പത്തിക നഷ്ടങ്ങളുടെയും അതിഭയങ്കരമായ കടബാധ്യതകളുടെയും ഒരു ചേർന്ന് പോകുന്ന ശത്രുതകളുടെയും ശ്വാസം മുട്ടിക്കുന്ന ജീവിത സാഹചര്യം ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ചിലപ്പം ഈ വഴിതെറ്റി ചിന്തയിലേക്ക് പോകാൻ ഇടയാകുന്നതെന്ന് കൂടി നാം മനസ്സിലാക്കണം. ശരിയായ പാത കാണിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ, മനുഷ്യൻ്റെ ഹൃദയത്തിന് സമാധാന ശാന്തി ലഭിക്കുന്ന വഴി ആരെങ്കിലും കാണിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ആകർഷകമായ രീതിയിൽ പൈശാചികമായ പ്രലോഭനം കടന്നു അവിടെ വീണുപോകുക സ്വാഭാവികമാണ്. അതായത് സമൃദ്ധിയും അതുപോലെ സമാധാനവും സുരക്ഷിതമൊക്കെ സന്താന പുഷ്ടിയൊക്കെ തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് വിട്ടുകൊടുത്താൽ ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ചിന്താതിരിച്ച സമ്പത്തും ആരോഗ്യവും ദീർഘായുസും ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. വിചാരിച്ചത് ദൈവത്തെ കൂടെ അതിൻ്റെ പിന്നിലെ പോകാനുള്ള ഈ പ്രോമിസൊക്കെ കാണും. അതിൻ്റെ വഴിക്ക് പോകാൻ ഇടയായാൽ ദൈവം തന്നെ ഇറങ്ങി വരുന്ന ചരിത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ജോബിൻ്റെ പുസ്തകത്തിലെന്താ പറയുന്നത്? നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, നിനക്ക് എന്ത് രോഗം വന്നാലും, നിൻ്റെ എല്ലാ സമ്പത്തും പോയാലും, മക്കൾ തന്നെ തിരിച്ചു വിളിക്കപ്പെട്ടാലും ശരി, ദൈവം തന്നു ദൈവം എടുത്തു എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരേണ്ടതായ ഒരു ജീവിതാനുഭവമാണ് നമ്മുടേത്. അതുകൊണ്ട് പ്രതിഫലമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു. അതായത് വലിയ അനുഗ്രഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇടയിൽ വസിക്കുന്നു. അവിടെ നമ്മുടെ കൂടാരമടിക്കും എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചിന്തയിലൂടെ നമുക്ക് പ്രധാനിച്ചു. ഇപ്പോൾ ആദ്യത്തെ വായനയിലൂടെ വചനഭാഗത്തിലൂടെ കർത്താവ് നൽകുന്ന വലിയ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിക്കുക. എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ ഞാൻ സ്ഥാപിക്കും. അപ്പം അതുകൊണ്ട് നമുക്കൊരു സൃഷ്ടാവുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം സ്നേഹമാണ്. ആ ദൈവം നമ്മുടെ ഇതിൽ വസിക്കും. ആ ദൈവം നമ്മുടെ കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അറിയാമല്ലോ. പ്രവാചകന്മാരിലൂടെയൊക്കെ ഭംഗിയായിട്ട് അവതരിക്കപ്പെട്ടു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എട്ടോ ഏഷ്യായിലൊക്കെ എത്ര ശക്തമായി പറഞ്ഞുള്ള കാര്യങ്ങൾ അനുസ്മരിക്കേണ്ട. അതാണ് അടുത്ത ഭാഗം വരുന്നത്. ഏഷ്യ തന്നെ ഇതിനെ എടുത്തു പറയുന്ന, ഞാനല്ല മറ്റൊരു ദൈവമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ദാസനായ ഇസ്രായേലേ സ്നേഹിക്കുക. സ്നേഹമാണ്. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. അതായത് എനിക്ക് നിന്നുള്ള ബന്ധമേ വെറും വല്ലവനും അല്ലെങ്കിൽ ആ ഒരു ബന്ധം വെറുതെ അന്യതനെ പോലെ ഒരു ബന്ധമല്ല. നിന്നെ സൃഷ്ടിച്ചവനാ ഞാൻ. അപ്പം അതുകൊണ്ട് നിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ഉണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ജഷ്റൂനെ എന്ന് പറഞ്ഞാൽ സത്യന്തി വാക്കിൻ്റെ അർത്ഥം സത്യസന്ധന, ഓമനപ്പേരായിട്ട് ദൈവം വിളിക്കുന്ന ജഷ്റൂനെ. ചില ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജഷ്റൂനെ, നീ ഭയപ്പെടേണ്ട, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ സ്ഥലത്ത് അരുവികളും ഞാൻ ഒഴുക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പം അനുഭവപ്പെടുന്ന വരൾച്ചയുണ്ടല്ലോ. ഇപ്പം 40-42 ഡിഗ്രി ചൂടിലായിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ഈ വരണ്ട ഭൂമിയെ ജലം പറഞ്ഞാൽ എന്നതാണ്. ഇത് പറഞ്ഞ ആത്മീയതയാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ വരൾച്ചയെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ആത്മാവാകുന്ന നീരുറവ ഞാൻ പൊട്ടിക്കുമെന്നാണ് പറഞ്ഞു വന്നേ. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും, കണ്ടേ അത് തന്നെ, എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വഷിക്കും. എൻ്റെ ആത്മാവിനെ വഷിക്കപ്പെട്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം സുഭഗമായി. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റേതാണെന്ന് ഒരുവൻ പറയും. അപ്പോഴാണ് ആത്മാവിൽ ബന്ധം വരുന്നത്. നമ്മുടെ ഹൃദയം പറയുക, ഞാൻ കർത്താവിൻ്റേതാണ് എന്ന് പറഞ്ഞ രക്ഷപ്പെട്ടു മകളെ, ഞാൻ കർത്താവിൻ്റേതാണ് എന്ന് ശക്തമായിട്ട് പറഞ്ഞ ഒരു സാത്താൻ സേവക്കാരൻ വന്ന് നമ്മളെ സ്വാധീനിക്കുക. അമ്മ അറിയാതെ പറയും, ഞാൻ കർത്താവിൻ്റേതാണ്, അതുകൊണ്ട് എന്നോട് ഇടപെടേണ്ട, എന്നെ കിട്ടുകയുമില്ല, ആ വഴിക്കാൻ വരികയില്ല, ഞാൻ കർത്താവിൻ്റേതാണ് ഒരുവൻ പറയും. മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന പിതൃനാമം അതിനെ കർത്താവിനുള്ളതെന്ന് മുദ്രണം ചെയ്യുന്നത് എന്തിനാണ്? ബിലോങ്ങിങ്ങിനെസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രമല്ല കർത്താവ് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നു അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. എന്നിട്ട് ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ കർത്താവുമായ ഞാൻ അരുളി ചെയ്യുന്നു, ആദിയും അന്തവും ഞാൻ തന്നെയാണ്, ആൽഫ ആൻഡ് ഒമേഗ, ഞാൻ തന്നെയാണ് ആദിയും അന്തവും, ഞാൻ മറ്റൊരു ദൈവമില്ല, എനിക്ക് സമനായി ആരുണ്ട്?
അവനത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്യട്ടെ. എന്നിട്ട് പറയാം, വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചത് ആരാണ്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാൻ മറ്റൊരു ദൈവമുണ്ടോ, മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. ഏബൻ ഏസർ സഹായശില, ദൈവം തന്നെ അവതരിപ്പിക്കുന്ന നമ്മുടെ സഹായശില ഏബൻ ഏസർ, മറ്റൊരു സഹായശിലയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ആ ആത്മാവിനെ വർഷിക്കുമ്പോഴാണ് ഇസ്രായേൽ വരാൻ പോകുന്ന ഐശ്വര്യത്തെക്കുറിച്ച് എടുത്തു പറയുക. അതുകൊണ്ട് അവിടുത്തെ ദാസനായിട്ടാണ് യാക്കോബിനെ കാണുക. അതുകൊണ്ട് നേരത്തെ അതിനെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് യാക്കോബിനെ അവിടുത്തെ ദാസൻ എന്ന് പറയുമ്പോൾ. 41 അധ്യായത്തിൽ തന്നെ യെശയ്യാ പറയുന്നുണ്ട്, എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നമുക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടാവും. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതാണ്, ഞാൻ കർത്താവിൻ്റെ ദാസൻ. ഞാൻ വേറെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള വ്യക്തിയല്ല, ഞാൻ കർത്താവിൻ്റെ ദാസനാണ്. യാക്കോബിന് സൃഷ്ടിക്കുകയും ഇസ്രായേല് നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരിച്ചെന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, എൻ്റേതാണ്. ഇങ്ങനെ ആർക്ക് പറയാൻ പറ്റും? നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. എന്നിട്ട് പറയുക, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നദി കടക്കുമ്പോൾ അത് നിന്നെ മൂടിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്ന് നീ പോയാൽ പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ്. സംരക്ഷണം ഇസ്രായേലിൻ്റെ പരിശുദ്ധം. ഇതുപോലെ ഇത്ര വൈരുദ്ധ്യാത്മക അനുഭവങ്ങളിലൂടെ നീ കടന്നുപോയാൽ ഞാൻ നിന്നെ സംരക്ഷിക്കുന്ന പറയുന്ന ഒരു വലിയ ഉറപ്പ് നമുക്ക് വേറെ ആരിൽ കിട്ടും? ഈശോയിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്ന് കിട്ടുമോ? ഭൗമികമായിട്ട് അനുഭവപ്പെടുന്ന വേദനകളും ദുഃഖങ്ങളൊക്കെ കാണുമ്പോൾ അതോ അയ്യോ ഞാൻ തന്നെയാണെന്ന് വിചാരിക്കുക, അത് കൂടെ കർത്താവ് ഉണ്ടെന്ന്, നിനക്ക് വേണ്ട അതിന് ശക്തി തരുമെന്ന്, സഹിക്കാനുള്ള കരുത്ത് ദൈവം തരുമെന്ന്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിൻ്റെ സന്തതികളെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഞാൻ വിളിച്ചു കൂട്ടും, വടക്കിനോട് വിട്ടുകൊടുക്കാൻ ഞാൻ പറയും, എന്നിട്ട് തെക്കിനോട് തടയരുതെന്ന് ഞാൻ ആജ്ഞാപിക്കും. അതാണ് ദൈവം പറയുന്ന സംഗതി. നിൻ്റെ സമ്പൂർണ്ണ ഇതൊക്കെ വെളിപാടാണ്, പ്രവചനങ്ങളുടെ കടന്നു വെളിപാടാണെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് യെശൂൺ എന്ന് പറഞ്ഞാൽ, അതേസമയത്ത് യെശൂണിനെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ വപ്പന കൽപ്പനകളെ നിരസിച്ചിട്ട് പോയിട്ടുള്ള സാഹചര്യങ്ങൾ അവരെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിന് 32:5 പറയുന്നു, യെശൂൺ തടിച്ച് ശക്തനായി കൊഴുത്ത് മിനുങ്ങി തന്നെ സൃഷ്ടിച്ച ദൈവത്തെ അവൻ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. അതാണ് 33 അധ്യായം വീണ്ടും പറഞ്ഞു, യെശൂൻ നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല എന്ന കാര്യം നീ ഓർത്തുകൊള്ളുവിൻ എന്ന്. അതുകൊണ്ട് സമൃദ്ധി എന്ന് പറയുമ്പം വിചാരിക്കണം, ദൈവം നമുക്ക് നൽകുന്ന സമൃദ്ധി എന്ന് പറയുന്നത് ഭൗതിക സമൃദ്ധിയേക്കാൾ ഉപരിയായി, ഭൗതിക സമൃദ്ധി നൽകും, അതിനേക്കാൾ ഉപരിയായി അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ആത്മാവാണ്. അതുകൊണ്ട് യെശയ്യാ 32:15 പറയുന്നു, ഉന്നതങ്ങളിൽ നിന്ന് ആത്മാവിനെ വർഷിക്കുകയും മരുഭൂമിയിലെ പുഷ്ടിപ്പെടുത്തുകയും മരുഭൂമിയെ ഫലപുഷ്ടിയുള്ളതാക്കുകയും ഫലപുഷ്ടിയുള്ള വനവുമാക്കി മാറ്റുകയും ചെയ്യുന്നത് വരെ കൊട്ടാരം പരിത്യക്തമായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാ കടന്നു വരുന്നതിനേക്കുള്ള മുൻ സൂചന. യെശയ്യാ 39:29 പറയുന്നു, ഇസ്രായേൽ ഭവനത്തിന് നിന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് നിന്നെ ഞാൻ എൻ്റെ മുഖം നിന്നിൽ മറയ്ക്കുകയില്ല, എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിൻ്റെ മേൽ അയച്ചിരിക്കുന്നു. പിന്നെ മറ്റൊരു അസാധാരണമായൊരു പ്രവചനം കണ്ടോ കേട്ടോ, സക്കറിയ പ്രവാചകനില്ലേ, ആ ഒരു പ്രവചനം നമ്മൾ ഓർത്തിരിക്കുന്നതല്ല, വരും കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകുന്നു. പിജാതിയുടെ അവിടത്തേക്ക് നോക്കും, കർത്താവിനെ കുത്തി മുറിവേൽപ്പിച്ചവനും അവനിലേക്ക് നോക്കുമെന്ന് പറയുന്ന ഭാഗം സക്കറിയ 12:10. സക്കറിയ 12:10 ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും കൃപയുടെ പ്രാർത്ഥനയുടെ ചൈതന്യം പകരും, അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവൻ കരയും, ആദ്യജാതനെ പ്രതി എന്നതുപോലെ ദുഃഖത്തിൽ അവർ വിലപിക്കും. നോക്കണേ, യഹൂദൻ മാനസാന്തരപ്പെട്ട് തിരിച്ചെത്തുമെന്നുള്ള പ്രവചനമായി കിടക്കുന്നതിനകത്ത് അവസാന നാളുകളിൽ അവൻ കുത്തി മുറിവേൽപ്പിച്ചവനെ അവൻ നോക്കും,
ആടിജാവനെ പ്രതി എന്നതുപോലെ അവൻ കരയും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ മനസ്സിലിരിക്കുന്ന നല്ലതാണ്. പ്രത്യാശയിലേക്ക്, പ്രതീക്ഷയിലേക്ക് നമ്മുടെ ജീവിതം പോകുന്നു എന്നുള്ള കാര്യം പ്രത്യേകം നാം മനസ്സിലായിരിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഈ ദൈവനാമം എഴുതിയിട്ടുണ്ടെന്ന കാര്യം ഓർക്കണം. ഞാൻ ആൽഫയും ഒമേഗയാണെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കാം. ഇതോട് ചേർന്ന് എത്ര ഭംഗിയാണ് വാസ്തവം പറഞ്ഞ് രണ്ട് ഭാഗങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇന്നത്തെ ആദ്യ സാഹചര്യം പറഞ്ഞതിന് ഇടയിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ല, നമ്മൾ അവ്യക്തമായൊരു കാര്യത്തിലല്ല വിശ്വസിക്കുന്നത്. നമുക്ക് അവ്യക്തത ഒന്നും തന്നെ ഇല്ല. നമുക്ക് വളരെ ക്ലിയറായിട്ട് ബോധനം നൽകിയിട്ടുണ്ട്, നല്ല വെളിപാടുകൾ നൽകിയിട്ടുണ്ട്, പ്രവചനങ്ങളിലൂടെ നമ്മൾ നൽകപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സംശയം കൊണ്ടാണ്ട് ഒരു കാര്യവുമില്ല. എന്ത് സംശയം ഉണ്ടായാലും ശരി, ഉള്ളിലേക്ക് തിരിഞ്ഞ് ദൈവാത്മാവെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് ബോധ്യങ്ങളിലും. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം നൽകും. നമുക്കിന്ന് വേണ്ടത് ബോധ്യങ്ങളല്ലേ. നമ്മുടെ ചെറുപ്പക്കാർക്ക് ബോധ്യം കൊടുക്കാൻ കഴിയണം. അവർ എങ്ങോട്ടാണ്? സാത്താൻ്റെ പക്കലേക്കോ ദൈവാത്മാവിലേക്കോ? ഈ ഓപ്ഷനാണ് നൽകപ്പെട്ടിരിക്കും. തിരഞ്ഞെടുപ്പ് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നിനക്ക് ദൈവാത്മാവിനെ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ സാത്താൻ്റെ വഴി തിരഞ്ഞെടുക്കും. സാത്താൻ്റെ വഴി തിരഞ്ഞെടുപ്പാൽ ഈ കാടൽ ജിൻസും കിടക്കുന്ന പോലെ ഇപ്പോൾ 7 വർഷമായിട്ട് ജയിലിൽ കിടപ്പുണ്ട്. അവിടെ ബസ്മാർച്ച് മെൻ്റലായിട്ടൊക്കെ തീർന്നോളെന്നാണ് പറയുക മനുഷ്യൻ. ഒന്നാമതൊരു എഞ്ചിനീയർ ആയിരുന്നു, കാര്യം ഓർക്കണം. ഒന്നാമതൊരു എഞ്ചിനീയർ ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തി ബന്ധപ്പെട്ടവരൊക്കെ കൊന്നൊടുക്കി. എവിടുന്നോ കിട്ടിയ ഒരു ദർശനം, സാത്താൻ സഭയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണിത്. ഇതൊക്കെയാണ് ചുറ്റുപാട് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമൊന്നുമല്ല. ഇന്റർനാഷണൽ മാഫിയാണിത്. അതുകൊണ്ട് ഭയങ്കര സമ്പന്നരായ ആൾക്കാർ അതിൻ്റെ പിൻപിൽ നിൽക്കുന്ന ഓർക്കണം. അതുകൊണ്ട് ഇതൊക്കെ നിർത്തിക്കളയാനായിട്ട് ഒരു ഭരണകൂടത്തിനും പറ്റില്ല. കാരണം ഭരണകൂടത്തിൽ ഉള്ളവരും ചിലർ ഇതിനകത്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇത് നടപടിയെടുക്കേണ്ടവരുടെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചില ആൾക്കാരില്ലേ, അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കും അവരെ. അതുകൊണ്ടല്ലേ പല കാര്യം ആളുകൾ പേടിക്കുന്നത് എന്തിനാ? കാരണം ഭരിക്കുന്നവനെ ആരെയൊക്കെ താങ്ങി നിന്നാലും മുമ്പോട്ട് വന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളല്ലാത്ത എല്ലാവരെയും കൊന്നൊടുക്കുമെന്ന് പറയുന്ന ഭീകര ചിന്തകളുമായിട്ട് നടക്കുന്നവരെ എന്തേ ശക്തിയായിട്ട് നടപടിയെടുത്ത് പറപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? കാരണം ഒന്നുകിൽ അവരെ വോട്ട് ബാങ്കുണ്ട്, അല്ലെങ്കിൽ അവരെ ഭയമാണ്. കഴുത്തെ തല കാണുകയില്ല, കൈയും കാലും കണ്ട് ദൂരക്കളയും. അതുകൊണ്ട് ഈ പേടി മനുഷ്യനുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ദുഷ്ടന്മാരിന്ന് വളർന്ന് വ്യാപിച്ചു. പക്ഷേ അത് ദൈവപദ്ധതി തന്നെയാണ്, പേടിക്കേണ്ട കാര്യം. അത് വളർന്ന് ഇന്ത്യയിൽ വളർന്നാലും ശരി, കർത്താവ് ഈശോമിശിഹായുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ നിശ്വസനൽ വഴിയെ അവൻ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന കാര്യം വളരെ കൃത്യമായി ഓർത്തിരിക്കുക. പരിപൂർണ്ണമായിട്ട് തകർക്കപ്പെട്ടിരിക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ. ഓർത്തുകൊണ്ട് നമുക്ക് അടുത്ത 3-ാം ഭാഗത്തേക്ക് യോഹന്നാൻ്റെ വളരെ മനോഹരമായ ലേഖന ഭാഗത്തിൻ്റെ 1 യോഹന്നാൻ 1:1-4 വാക്യം മാത്രം വളരെ പ്രധാനപ്പെട്ട കാണാപിടിച്ച് വയ്ക്കേണ്ട വാക്യങ്ങളാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. പ്രഘോഷണമാണ് നമ്മൾ തുടരേണ്ട കാര്യം തന്നെയാണ്. എന്തായി പറഞ്ഞത്? ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടത്. അതാണ് ശ്ലൈഹിക അനുഭവം എന്ന് പറയും. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും. അതായത് വെറും നിസ്സാര കാര്യമൊന്നുമില്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യമല്ല. സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതും. കർത്താവിനെ, ഉത്തിതനായ നാഥനെ അവർ കണ്ടു, സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും സമർത്ഥമായി നൽകാനാണ് വന്നിരിക്കുന്നത്. അതായത് ജീവനിലേക്ക് കർത്താവ് നൽകിയ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ ജീവനുള്ള അപ്പമാകുന്നു ഞാൻ. ആ ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലൈഹിക അനുഭവം. ഇതിന്മേലാണ് സഭ പണിയപ്പെട്ടു വയ്ക്കൊണ്ടിരിക്കുന്നത്. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു എന്ന ആരംഭത്തിലെ ആ പ്രഘോഷണം ഇന്ന് സഭ തുറന്നുകൊണ്ട് സജീവമായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട്, രക്തസാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇത് പ്രഘോഷിക്കുന്നവരൊക്കെ തല കണ്ടിച്ച് കളഞ്ഞാലും ശരി, എവിടുന്ന് പുതിയ പുതിയ പ്രഘോഷകർ ഉയർന്നുയർന്നു വരുന്നതല്ലാതെ ഒരു തളർച്ചയും വിശ്വാസ പ്രഘോഷണം ഉണ്ടാകുന്നില്ലെന്ന കാര്യം അനുസ്മരിച്ചുകൊണ്ട്, ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തതും നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതും നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. കൂട്ടായ്മ സഭയാണ്, ത്രിത്വീയ കൂട്ടായ്മയാണ്. അതിനാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടിയാണ് ഞങ്ങളിത് എഴുതുന്നത്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാം. കർത്താവ് അല്ലേ പറഞ്ഞേ, നിങ്ങളുടെ സന്തോഷം, എനിക്ക് നിങ്ങളുടെ സന്തോഷം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയുമ്പോൾ അതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് കിടമ്പം 3-4 കാര്യങ്ങൾ. ഒന്നാമത്തെ മിശിഹാ സംഭവം, അത് ചരിത്ര വസ്തുതയാണ്. മിശിഹാ സംഭവം എന്ന് പറയുന്നത് ചരിത്ര സംഭവമാണ്.
അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മിഥ്യയല്ല, ഭാവനയല്ല, ഐതിഹ്യമല്ല. ഇറ്റ് എ ട്രൂലി ആൻഡ് പ്യൂർലി ഹിസ്റ്റോറിക് മണ്ണിൽ ഇസ്രായേലിൽ അരങ്ങേറിയ ജീവിത യാഥാർത്ഥ്യമാണ്. സംശയിക്കേണ്ട ഒരു കാര്യമില്ല. സംശയമുള്ളവർ ഇസ്രായേൽ ഗ്രൂപ്പിൻ്റെ കൂടെ പോയി ഇത് നടന്ന സ്ഥലങ്ങളൊക്കെ ചെന്ന് നോക്കാൻ, എൻ്റെ അടയാളം അവിടെ കാണാം, ഭംഗിയായിട്ട് കാണാം. അല്ല വെറും ഒരു ഭാവനയിലൂടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഋഷിമാരോ ആരെങ്കിലും തരത്തിലുള്ള ആളുകൾ എഴുതി പിടിപ്പിച്ചൊന്നുമില്ല. ഇത് നേരിട്ട് കൃത്യമായിട്ട് നടന്ന സംഭവമാണ് മിശിഹാ സംഭവം. അതിൻ്റെ ഒരു അത് കണ്ട് കൂടെ നടന്നവരുടെ സാക്ഷ്യത്തിനാണ് ശ്ലൈഹിക സാക്ഷ്യം എന്ന് പറയുന്നത്. കാരണം അവർ നേരിൽ കണ്ടു, അവർ നേരിൽ അനുഭവിച്ചു. അവർ മറ്റൊന്നും നോക്കിയൊന്നുമില്ല. അവർ പിന്നെ ചരിത്രമൊന്നും പഠിപ്പിക്കാമെന്ന് പോയില്ല. ഞങ്ങളുടെ സാക്ഷ്യം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞു വന്നത് അതിൻ്റെ ആ ശ്ലൈഹിക അനുഭവത്തിൽ നിന്നും വരുന്നതാണ് ശ്ലൈഹിക സാക്ഷ്യമെങ്കിൽ അത് എങ്ങോട്ടാണ് ദൈവൈക്യത്തിലേക്ക്, ത്രിത്വ ഐക്യത്തിലേക്ക് ഇത് പ്രഘോഷിക്കുക. അപ്പം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ജീവൻ്റെ വചനമാണ്. അതുകൊണ്ട് വെളിപ്പെടുത്തപ്പെട്ട ജീവനാ. ഇപ്പം പിതാവിനോടെ ആയിരുന്നതുമായ ആ ജീവൻ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി. അതുകൊണ്ട് ആദ്യം മുതൽ ഉണ്ടായിരുന്നു, പിതാവിനോടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടത് നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ സോയെ എന്ന ഗ്രീക്ക് പദപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ജീവനെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സീക്കെ മാനുഷിക ജീവനല്ല, അതിസ്വാഭാവിക ജീവനാണ്. സോയെ എന്ന പദം പല പ്രാവശ്യം 49 പ്രാവശ്യം യോഹന്നാൻ തന്നെ ഉപയോഗിച്ചാണ്. ന്യൂ ടെസ്റ്റമെന്റിൽ ഉപയോഗിക്കപ്പെട്ടതിൻ്റെ 3 യോഹന്നാനില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ചിലയിടത്ത് നിത്യമായ ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, 23 പ്രാവശ്യം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ മിശിഹായാണ് നമുക്ക് നിത്യജീവൻ. നിത്യജീവൻ അവിടുന്ന് തന്നെയാണ്. 1 യോഹന്നാൻ 5:20 എടുത്ത് പറയുന്നു. ഇപ്പോൾ പിതാവിൻ്റെ കൂടെ ആയിരുന്നയാളാണ്, ദൈവം തന്നെയാണ്. ദൈവത്തോട് സമാനത ഭാവിക്കാതെ തന്നെ താഴ്ത്തി മനുഷ്യന് സാദൃശ്യത്തിലായവനാണ്. അതുകൊണ്ട് ദൈവം തന്നെയാണ്. ഇപ്പം ദൈവത്തെ പിതാവായിട്ട് അവർ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് ദൈവത്തെ പിതാവെന്ന നിലയിൽ ഒരു 62 പ്രാവശ്യമെങ്കിലും ഈ സമാന്തര സുവിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 126 പ്രാവശ്യം യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറേ 23 പ്രാവശ്യങ്ങൾ എൻ്റെ പിതാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വ്യത്യസ്തതയുണ്ട്. ആ ഈശോ പിതാവിനെ വിളിക്കുന്നത് എൻ്റെ പിതാവ്, നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തേക്ക് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ശ്ലൈഹിക അനുഭവമാണത്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ സൂക്ഷിച്ചു, വീക്ഷിച്ചു. ഇതിനാണ് ശ്ലൈഹിക അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് യോഹന്നാൻ 6:26 പറയുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കാൻ ഈശോ പറഞ്ഞത് ഓർക്കുക. ആ കൂട്ടത്തിൽ ഓർക്കേണ്ട കാര്യം. അപ്പം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകും. എന്താ സുവിശേഷം എഴുതി എന്തിനാന്ന് യോഹന്നാൻ തൻ്റെ ആ സുവിശേഷത്തിൻ്റെ അവസാന വാക്കും വന്നിരിക്കുക. അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ശ്ലൈഹിക സാക്ഷ്യം. ശ്ലൈഹികമായ സാക്ഷ്യം അത് പ്രത്യക്ഷപ്പെടുക. ഞങ്ങൾ കണ്ടു, അതാണ് സാക്ഷ്യപ്പെടുത്തുമെന്ന് പറയാം. പിതാവ് തൻ്റെ പുത്രനെ ലോക രക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 4:14 പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ സാക്ഷ്യപ്പെടുന്നു. എന്നിലേക്കാണ് ദൈവൈക്യത്തിലേക്ക് ജനത്തെ കൊയിനോനിയ കൂട്ടായ്മയിലേക്ക്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രന ഈശോ മിശിഹായിലും മാത്രമാണ്. അപ്പം ദൈവൈക്യത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പണിയെല്ലാം ചെയ്ത് ചെങ്കടൽ കടത്തി കൊണ്ടുവന്നതൊക്കെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അപ്പം ദൈവം തന്നെ ദൈവപുത്രൻ എന്ന വിഷയം പലപ്പോഴും വിശേഷിപ്പിക്കുമ്പോൾ ദൈവപുത്രൻ ഈശോയെക്കുറിച്ച് ദൈവത്തിന് ഹ്വിയോസ് എന്ന പദമാണ് ഗ്രീക്ക് ഉപയോഗിച്ച്, ഹ്വിയോസ്. അതേസമയത്ത് നമ്മളെക്കുറിച്ച് പറയുന്ന തെക്കന എന്ന പദ സാധനം ഉപയോഗിക്കുന്ന വ്യത്യസ്തതയുണ്ട്. ഈശോയുടെ ദൈവപുത്ര സ്ഥാനവും നമ്മൾ തമ്മിൽ വ്യത്യസ്തതയുണ്ട്. അപ്പം അതുകൊണ്ട് പലപ്പോഴും മിശിഹ എന്ന് പറയുന്ന സാധാരണ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നില്ലേ മിശിഹ. അത് നമ്മുടെ സുറിയാനി പദമാണ്. അഭിഷിക്താണ് വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ ഗ്രീക്ക് വാക്കാണ് ക്രിസ്തോസ് എന്ന് പറയും, ക്രിസ്തോസ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ആ മെസ്സിയ എന്ന ഹീബ്രു ഭാഷയിൽ പറയുന്നതാണ് മിശിയ എന്ന് സുറിയാനി പറയുന്നത്. ക്രിസ്തോസ് എന്ന് ഗ്രീക്ക് പറയുന്നത്. ക്രിസ്തോസ് ആണ് ഇംഗ്ലീഷ് നമ്മൾ ക്രൈസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ജീസസ് ഈസ് ക്രൈസ്റ്റ് എന്നായിരുന്നു ആദ്യ പ്രഘോഷണം. അതായത് മിശിയായാണ് അവിടുന്ന് പറയുമ്പോൾ അതാരാണ് അവർ കാത്തിരുന്നയാളാണ് മിശിയ. ഈ മിശിയായാണ് നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നത്, അവിടുന്ന് മിശിയായാണ് എന്നായിരുന്നു ആദ്യത്തെ പ്രഘോഷണം. ജെറുസലേം ദേവാലയത്തിൽ അപ്പസ്തലന്മാർ വന്ന് ആദ്യം പഠിപ്പിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ഈശോ മിശിഹായാണു. പക്ഷേ അത് പറഞ്ഞു യേസൂസ് എസ്ത് ക്രിസ്തോസ് എന്ന് പറഞ്ഞത്. യേസൂസ് എസ്ത് ക്രിസ്തോസ്, ജീസസ് ഈസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു വന്നിട്ട് പിന്നെ അപ്പോൾ പ്രോപ്പർ നന്നായിട്ട് മാറി. അതുകൊണ്ട് പിന്നീട് നമ്മൾ ചേർന്നതാണ് എപ്പോഴും ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഭംഗിയായിട്ട്. ആദ്യത്തെ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ജീസസ് ഇസ് ക്രൈസ്റ്റ്, അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണ്. അവിടുന്ന് കർത്താവിന് ഒരുപാട് നാമധേയങ്ങളുണ്ട് നമുക്കറിയാം. മനുഷ്യപുത്രൻ സ്വയം ഇഷ്ടപ്പെട്ടിരുന്ന വാക്കാണ് മനുഷ്യപുത്രൻ. പക്ഷേ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള സംഗതി അഭിഷിക്തൻ. എന്തുകൊണ്ട് അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ
പിതാവ് അയച്ചതാണ് നമ്മുടെ ഇടയിലേക്ക്. അതാണ് അഭിഷേകിക്കുന്നത്. എന്നോയിൻ്റെതാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി പിതാവ് തൻ്റെ പുത്രനെ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ തന്നെ നമുക്ക് നൽകി. അതാണ് മിശിഹാനുഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെ അവസാനത്തിലാണ്, ഇതിൻ്റെ പൂർണ്ണതയാണ് നമ്മുടെ പിതാവായ തോമാസ് ലീഹായുടെ ശ്ലൈഹിക അനുഭവം എന്ന് പറയും. അവിടെ നാം കാണുമ്പം തോമാസ് ലീഹ നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ ഭാഗ്യമെന്ന് പറയുന്നത് അതിനകത്തൊരു നെഗറ്റീവ് ഒന്നുമില്ല. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചെന്ന് പറയുന്നത് ശ്ലൈഹിക അനുഭവം നിനക്ക് നൽകി, അവകാശപ്പെട്ടതാണ്. 12 പേരിൽ ഒരുവനാണ്. ഇപ്പോൾ ശ്ലൈഹിക അനുഭവത്തിന് അവകാശമുള്ളതാണ്. അതുകൊണ്ട് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, നീ കണ്ടു വിശ്വസിച്ചതിൻ്റെ അർത്ഥം കാണാതെ ഭാഗ്യന്മാർ പറയുന്ന ഭാവിയിലുള്ളവരെക്കുറിച്ചാണ്, നമ്മളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതൊരു പ്രത്യേക പ്രഖ്യാപനമാണ്. അല്ല അതിനകത്തൊരു ഏതെങ്കിലും നെഗറ്റീവ് ഇമ്പ്രഷനൊന്നുമില്ല. തോമാസ് ലീഹ വഴക്ക് പറയുകയൊന്നും ചെയ്തതല്ല. വളരെ കറക്റ്റായിട്ടുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ ഭാവിയിൽ വരാനിരിക്കുന്ന ലോകാന്തരം വരാനിരിക്കുന്ന വിശ്വാസികൾ ഉദ്ദേശികളാണ് കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാരെന്ന് പറയും. അതുകൊണ്ട് തിരുവചന യോഹന്നാൻ 20:24-31 വരെയാണ് 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അതാണ് ശ്ലൈഹിക അനുഭവം. അപ്പോൾ കർത്താവിനെ കാണാൻ അവകാശം എനിക്കില്ലേ? സ്വാഭാവികമായിട്ട് 12 ഒരാളല്ലേ. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകൾ അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ശഠിച്ചു. കാരണം അപ്പസ്തോലിക അനുഭവത്തിനുള്ള ആഗ്രഹം തീവ്രമായ യഥാർത്ഥമായ ആത്മാർത്ഥമായ കർത്താവിനുള്ള ബന്ധം, അവൻ്റെ കൂടെ പോയി മരിക്കും ഞാൻ എന്ന് പറഞ്ഞാൽ ആ മരിക്കാൻ സന്നദ്ധമാകുന്ന ആത്മാവിൻ്റെ വലിയ ഭയങ്കരമായ വെളിപ്പെടലാണ്. അതുകൊണ്ട് എനിക്ക് കാണണം എന്ന് പറയുന്നത് അത്ര തെറ്റൊന്നുമില്ല. അപ്പോൾ 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ഒന്നിച്ചു കൂടിയപ്പം തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ, അതാണ് കർത്താവ് വാതിലുകൾ അടച്ചിരിക്കെ അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അതായത് അപ്പസ്തോലിക അനുഭവം കൊടുത്തതാണ്. ശ്ലൈഹിക അനുഭവം കൊടുക്കുമ്പോഴാണ് അവിശ്വാസം മാറിയിട്ട് വിശ്വാസമായി തീരുന്നത്. അല്ല അദ്ദേഹം അവിശ്വാസിയാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അവിശ്വാസിയാകാതെ എന്ന് പറഞ്ഞാൽ നീ വിശ്വാസ അനുഭവത്തിലേക്ക് എത്തി നിൽക്കുക, അതാണ് പൂർണ്ണത. അതുതന്നെ അവിശ്വാസി എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ അവിശ്വാസികളാണ്. പത്രോസ് അങ്ങനെ ആയിരുന്നില്ലേ? ഓരോരുത്തരും അങ്ങനെ ആയിരുന്നില്ലേ? കർത്താവിൻ്റെ ആ അനുഭവം വന്ന് പരിശുദ്ധാത്മ കടന്നു വന്നപ്പോൾ ശരിയായിട്ട് വിശ്വാസിയായി. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പസ്തോലങ്ങ് ഓരോരിടത്തും വിരലിട്ട് നോക്കാനോ ടെസ്റ്റ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ ഒന്നും പോലെ ഈശോയെ കണ്ടു, അത് മതിയായി, നിർവൃതിയായി. അവിടെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാൻ വിശ്വസിച്ചു. കണ്ടതുകൊണ്ട് വിശ്വസിച്ച് ശ്ലൈഹിക അനുഭവം. നിനക്ക് ഞാൻ ശ്ലൈഹിക അനുഭവം തരുന്നു. കാരണം നീ ഒരു സഭയുടെ അടിത്തറ പണിയേണ്ടവനാണ്. അതുകൊണ്ട് അവിടെ അടിത്തറ പണിയാൻ വേണ്ടിയിട്ട് അത് നിനക്ക് തരുന്നത്. പക്ഷേ ഭാവിയിൽ നിൻ്റെ സഭയിലും കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാർ. അപ്പോൾ കർത്താവ് ഇപ്പം പുസ്തകം പിന്നെ ആ സുവിശേഷം എഴുതുന്നതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റേ അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചപ്പോൾ സുവിശേഷത്തിലെ ഈശോ പ്രവർത്തിച്ച് എല്ലാം കൂടെ എഴുതാനാണെങ്കിൽ ഈ ലോകത്തെ സർവ്വ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മതിയാവില്ലായിരുന്നു. എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ ഗ്രന്ഥമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷത്തെക്കുറിച്ച് വിശ്വാസം സുവിശേഷം എന്ന് വേണമെങ്കിൽ ആദ്യവസാനം അങ്ങനെയാണ്. കാനായിലെ കല്യാണം തൊട്ട് വരുന്നത് മുഴുവൻ വിശ്വാസം. അവർ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്ത് തുടങ്ങിയിട്ടാണ് തോമാസ് ലീഹ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്ത് എത്തി നിൽക്കുന്നത്. അപ്പോൾ യേശു ദൈവത്തിനാണ് ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിന് അവനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന സുന്ദരമായ സുവിശേഷ ഭാഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇരുട്ടിൻ്റെ മധ്യത്തിൽ വെളിച്ചമായി നമ്മൾ രൂപാന്തരപ്പെടുകയില്ലേ? ഭയങ്കര ഇരുട്ടല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം അതിന് മുഴുവൻ പറയാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ഓരോ ദിവസവും വാർത്ത എടുത്ത് നോക്കി എന്തൊരു ഇരുട്ടിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ചുമ്മാ കൊലപാതകങ്ങളല്ലേ? എന്ത് ഭയങ്കരമാണ്. 40 വയസ്സായ കുഞ്ഞിനെ അമ്മ ചവിട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, അപ്പനെ മക്കൾ കൊല്ലുന്നു, മക്കളെ അപ്പൻ കൊല്ലുന്നു. ഇത് നമ്മുടെ കേരള സമൂഹത്തിൽ ഇത്ര ഭയങ്കര ഇരുട്ട് വ്യാപിച്ച ഒരു കാലം നമ്മൾ അന്താളി ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ നമ്മളിപ്പം ഭയപ്പെടുകയല്ലേ ഓരോ ദിവസവും വരുമ്പോൾ. ഇന്ന് ഈ പത്രം എടുത്ത് നോക്കിയാൽ കുത്തിക്കൊലയില്ലാത്ത, കൊലപാതകമില്ലാത്ത, കുത്തിക്കൊല്ലുക, സുഹൃത്തുക്കൾ ഒന്നിച്ച് ചേർന്ന് മദ്യപിച്ചിട്ട് കുത്തിക്കൊല്ലുക. എന്നിട്ട് എത്തൊരു പോക്കായി പോകുന്നത്. ഇരുട്ടിൻ്റെ നടുവിൽ ഈ പ്രകാശം ചൊരിയാൻ ആരുണ്ട്? നമ്മളല്ലാതെ. ഇത് ചൊരിയേണ്ടതല്ലേ? നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? കർത്താവിന് പ്രകാശം കൊടുക്കാൻ നമുക്കിങ്ങനെ വെറുതെ നമുക്ക് പുത്തിപ്പിടിച്ചുകൊണ്ട്
വിളക്ക് ഉണ്ടാക്കിയിട്ട് അത് പറയും കീഴിലല്ല വെക്കേണ്ടേ, അത് പീഠത്തിന്മേൽ വെക്കേണ്ടേ, പ്രകാശം എല്ലായിടത്തും നേടേണ്ടതല്ലേ, ഇരുട്ട് മാറേണ്ടതല്ലേ. ഇതല്ല നമ്മൾ ഇന്നത്തെ പുതു ഞായറാഴ്ച കിട്ടാതെ ഏറ്റവും വലിയ സന്ദേശം. ഇരുട്ട് മാറാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സൗജന്യമായിട്ട് കിട്ടിയ കർത്താവിൻ്റെ ശ്ലൈഹിക അനുഭവം അത് ഇനി ഞാൻ പ്രഘോഷിക്കും, 10 പേരോട് പറയും. കേൾക്കുന്നവൻ കേൾക്കട്ടെ, അല്ലാണ്ട് നമ്മളെല്ലാവരും മാനസാന്തരപ്പെടുത്താൻ നമ്മളോട് ദൈവം പറഞ്ഞിട്ടില്ല, നമ്മളോട് പ്രഘോഷിക്കാനാണ് പറഞ്ഞിരിക്കും. അത് പ്രഘോഷിക്കുമ്പോൾ ആ വചനം ചെന്ന് പറയുന്നിടത്ത് മാറ്റം വരും. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലേ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഊന്നലാണ് കൂടുതലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടയാളങ്ങളിൽ കർത്താവ് ഈ അടയാളങ്ങളിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. അടയാളങ്ങളിലല്ല, അടയാളപ്പെടുത്തുന്ന സത്യത്തിൽ ഈശോയാകുന്ന വ്യക്തിയിലാണ് വിശ്വസിക്കുകയാണ്. അടയാളങ്ങൾ തരും കർത്താവ്, പക്ഷേ എല്ലാ എപ്പോഴും കർത്താവ് അടയാളങ്ങൾ വിശ്വസിക്കുന്നവർ കർത്താവ് അത്രയൊന്നും കാര്യമായിട്ട് കരുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തോമാസ് സ്ലീഹായിലൂടെ ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന പല മാനങ്ങളും. ഒന്ന്, അടയാളങ്ങൾ തേടുന്ന ആ ഒരു വിശ്വാസം കർത്താവ് അത് അംഗീകരിക്കാതിരിക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ കർത്താവ് തള്ളി പറയാറുണ്ട്. അതേസമയത്ത് ശ്ലൈഹിക വിശ്വാസം, പിന്നെ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാവി. അപ്പോൾ തോമാസ് സ്ലീഹായ്ക്ക് 3 നിർബന്ധം പിടിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ച് പറഞ്ഞാൽ അപ്പസ്തോലൻ കണ്ടു, നമ്മുടെ പിതാവ് ഈശോയെ കണ്ടു. അത് നമുക്ക് ഏറ്റവും അടിത്തറമുള്ള സ്ട്രോങ് ആണ്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാൻ ഭാഗ്യവാന്മാരുടെ ഭാവിയിൽ സഭയിൽ അംഗങ്ങളായിരിക്കുന്നതിനെക്കുറിച്ച്. അതുകൊണ്ട് അടയാളങ്ങളെക്കുറിച്ച് പറയണ്ടേ. നിക്കോദോമസ് ഒന്ന് ചോദിച്ചാൽ ഈ അടയാളമല്ലേ ചോദിച്ചു. എന്നാ പറഞ്ഞാൽ അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ചവരെക്കുറിച്ച് കർത്താവിന് ദൈവമായ എന്നാ പറഞ്ഞത്, അതായത് നീ ദൈവത്തിൻ്റെ കൂടെ അല്ല എങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ തന്നെ കഴിയില്ല. നിക്കോദോമസിനോട് കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞ അടയാളങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നത്, വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ഇന്ന് രക്ഷപ്പെടുകയുള്ളൂ. പെസഹാ പെരുന്നാൾ അവൻ ജെറുസലേമിലേക്ക് പോയപ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. പക്ഷേ അവിടെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈശോ ആയിട്ട് അവരെ വിശ്വസിച്ചില്ല. അടയാളങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരെ കർത്താവ് വിശ്വസിക്കുന്നില്ല. കർത്താവ് അടയാളങ്ങളൊപ്പം തന്നെ അതിനെ പിമ്പി നിൽക്കുന്ന വ്യക്തിയിൽ വിശ്വസിക്കാമെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും അത് അംഗീകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ശ്ലൈഹിക വിശ്വാസം എന്ന് പറയുന്നത് എന്താ ഇവിടെ കൊണ്ടുവന്നത്, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ നീ ടച്ച് ചെയ്യണം, നീ ടച്ച് ചെയ്ത് വിശ്വസിക്കുക. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നവർ പറഞ്ഞത്, അവർ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു. അപ്പോൾ ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീഴ്ചതും കൈകൊണ്ട് കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ ഇങ്ങനെ അറിയിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ആദ്യം മുതലുണ്ടായിരുന്നു, ആൽഫാൻ്റെ ഒമേഗ ആദ്യം മുതലുണ്ടായിരുന്നു. രണ്ടാമത്തേത് ഞങ്ങൾ കേട്ടത്. മൂന്നാമത്തേത് ഞങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടത്. നാലാമത്തേത് സൂക്ഷിച്ച് വീക്ഷിച്ചത്. അഞ്ചാമത്തെ കൈ കൊണ്ട് സ്പർശിച്ചത്. വളരെ ക്ലിയറായിട്ട് പഠിപ്പിച്ചിരിക്കാൻ നോക്കിക്കേ. അതുകൊണ്ട് അവസാനം കർത്താവ് തോമാസ് സ്ലീഹായ്ക്ക് തൻ്റെ അവകാശം അംഗീകരിച്ച് കൊടുത്ത ഭാഗമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന രീതിയിലൂടെ പ്രതികരണം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് സ്ലീഹായെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് പറഞ്ഞേ? പൗലോസ് സ്ലീഹാ പറഞ്ഞില്ലേ, ഞാൻ കർത്താവിനെ കണ്ടു. എപ്പോഴാണ്? അതായത് 15 അധ്യായം, കൊറിന്തോസ്യരുടെ 1-ാം ലേഖനത്തിൽ 15 അധ്യായത്തിൽ പറയുന്നു, എനിക്ക് കിട്ടിയ കൈമാറുന്നു, കർത്താവ് ഈശോ മിശിഹാ എഴുതപ്പെട്ടതുപോലെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടതുപോലെ 3 ദിവസം ഉയർക്കുകയും കേപ്പായ്ക്കും മറ്റ് 12 പേർക്കും പ്രത്യക്ഷനാകുകയും പിന്നീട് 500 പേർക്കും അവസാനം പറഞ്ഞ കേട്ടില്ലേ, അകാലപ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഇപ്പം ഞാൻ കണ്ടു, അത് കണ്ടു എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് വളരെ കൃത്യമായൊരു കാര്യമാണ്. കാണാതെയുള്ള വിശ്വാസത്തെ വളരെ കാര്യമായിട്ട് ഈശോ എടുത്ത് പറയുന്നത്. അവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടു വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അവർ തള്ളിക്കളയുന്നില്ല. കണ്ടു വിശ്വസിക്കുന്നവരെ ഏതാണ്ട് അവരെക്കുറിച്ച് അവരെയൊന്നും താരതമ്യമില്ല. അത് മറ്റൊരു പ്രഖ്യാപനമാണ്. കാണാൻ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ല, മറ്റൊരു നിർഭാഗ്യമൊന്നുമില്ല. അതുപോലെ ഭാഗ്യത്തിൻ്റെ പൂർണ്ണതയാണ് ഭാഗ്യവാന്മാർ. അപ്പോൾ വിശ്വാസം നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് ജീവനിലേക്ക് നമ്മൾ വിളിക്കുക, അല്ല മരണത്തിലേക്കല്ല. സാത്താൻ സേവ കൊണ്ടുപോകുന്നത് മരണത്തിലേക്ക്, ഇത് ജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും അത്ഭുതങ്ങളും എല്ലാം നമുക്ക് ജീവൻ നൽകുന്ന, ആ ജീവിതമൊക്കെ നമുക്ക് ശക്തി പകരുന്നത്. അപ്പോൾ ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ്. അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടാണ് യോഹന്നാൻ 1:18 പറയുന്നത്. അപ്പോൾ ഈശോ തന്നെ ഒരു ഉദാശയാണ്. ആ ഈശോയുടെ കൂതാശയാണ് സഭയാകുന്ന കൂതാശകൾ തുടരുന്നതും. അതുകൊണ്ട് അത് വളരെ ക്ലിയറായിട്ട് അടയാളങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയാണ്. കർത്താവാണ് ലക്ഷ്യം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് ആളുകളെ നയിക്കാൻ നമുക്കറിയാം. ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുചേർക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി. ആ ഈശോയെ, അഭിഷിക്തനായ ഈശോയെ, ജീവൻ വെളിപ്പെട്ടു എന്ന് പറയുന്നിടത്ത് അത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. വിശ്വാസ ജീവിതത്തിലൂടെ ചില കാര്യങ്ങൾ പ്രത്യേകം പറയും. ജീവനിലേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ തിരുവചന ഭാഗം വളരെ ക്ലിയറായിട്ട് പഠിപ്പിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ
പുത്രനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് 20-31 വാക്യത്തിൽ പറയും. വേറൊരിടത്ത് പറയുന്നു, ഏതാ യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് ആ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമായി അത്രയധികം സ്നേഹിച്ചു. അതായത് അവനിൽ വിശ്വസിക്കുന്നവൻ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവം സ്നേഹിക്കുന്ന പറയുന്നത് യോഹന്നാൻ 3:16. യോഹന്നാൻ 10:10 പറയുന്നു, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകാൻ. യോഹന്നാൻ 10:10 അത് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അരൂപിയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63 അങ്ങനെ പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവനിത് പറഞ്ഞത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 7:39 ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞത്. അതേക്കുറിച്ച് വീണ്ടും കമൻറ്റ് ചെയ്തിരിക്കുന്നത് യോഹന്നാൻ സ്ലീഹ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അവനിത് പറഞ്ഞത് അവനിൽ തന്നിൽ വിശ്വസിക്കുവാൻ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയ. അപ്പോൾ ആ ജീവൻ പരിശുദ്ധാത്മാവാണ്. ഇതാണ് നമ്മൾ മാമോദീസ വഴി നാം സ്വീകരിക്കുകയും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഈ ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കുക, നമ്മൾ സംബന്ധിച്ചിടത്തോളം ശൂന്യമായ കല്ലറ അവർ കണ്ടില്ലേ, അവിടെ എന്താ അതിൻ്റെ പ്രതീകമാണ് ബലിപീഠം എന്ന് പറയുന്നത്. നമ്മുടെ ബലിപീഠം അത് തന്നെയാണ്. അപ്പോൾ ഈശോയുടെ സ്നേഹത്തിലാണ് അതിൻ്റെ സ്പർശനമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടയാളങ്ങളും യോഹന്നാൻ അവർ വിശ്വസിച്ചതുപോലെ തന്നെ ഈ കല്ലറ അതിൻ്റെ പ്രതീകമായ അൾത്താരിയിലേക്ക് നാം വരുമ്പോൾ ഇതേ അനുഭവം തന്നെ നമുക്കുണ്ടാകും. ലിറ്ററലി നമുക്ക് പ്രദാനം ചെയ്യുന്ന. അതുകൊണ്ട് ഈശോയുടെ കൂടെ വസിക്കാനുള്ള ഇഷ്ടം. കർത്താവ് നീ എവിടെയാണ് വസിക്കുന്നത്? യോഹന്നാൻ്റെ ശിഷ്യന്മാർ 2 പേര് കർത്താവിനെ കണ്ടപ്പോൾ കൂടെ പോയപ്പോൾ ചോദിച്ചു, കർത്താവ് നീ എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ ഈശോ എന്നാ പറഞ്ഞു? വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഈശോയുടെ അടുത്തേക്ക് വരണമെങ്കിൽ കണ്ടെത്താൻ പറ്റില്ല. ഉത്തിനായ ഈശോയുടെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സമാധാനം ഉണ്ടായി. എഫേസുകാർക്ക് ലേഖനത്തിൽ 2-14 വാക്യത്തിൽ പറഞ്ഞു, അവൻ നമ്മുടെ സമാധാനമാണ്. അപ്പോൾ പിതാവ് പുത്രനെ അയച്ചതുപോലെ ശിഷ്യന്മാരെ ഈശോ ഇപ്പോൾ അയക്കാം. നമ്മൾ അയക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അവിടുത്തെ ആ സത്യലോകത്തെ അറിയിക്കാൻ വേണ്ടി അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണ് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മളെ അയച്ചിരിക്കുന്ന ബോധ്യം നമുക്ക് വേണ്ടേ? ഉണ്ടെങ്കിൽ മാത്രമല്ല. അതുകൊണ്ട് ഈ പുതുഞായറാഴ്ച നമ്മൾ അയക്കപ്പെട്ടവരാണ് എന്ന കാര്യം അനുസ്മരിച്ചുകൊണ്ട് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ പരിശുദ്ധ കുർബാനയിലേക്ക് കടക്കുകയും ആ അരൂപിയിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കണം. വചന സ്വീകരണവും ഒരേ സമയത്ത് പരിശുദ്ധ കുർബാനയുടെ അനുഭവമാണ് നമ്മുടെ ഈ ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ആ സഭയോട് ചേർന്നാണ്. എങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് ഈശോയെ സ്നേഹിക്കുന്നു, പക്ഷേ സഭയെ എനിക്ക് താല്പര്യം എന്ന് പറയുന്നത് അത് വികലമായ ചിന്ത. അങ്ങനെ ഒന്നും ഇല്ല. സഭയില്ലാതെ വ്യക്തിപരമായിട്ട് ഈശോയിൽ ബന്ധപ്പെടാൻ പറ്റിയില്ല. കാരണം ഈശോ സഭയിലാണ്. സഭ ഈശോയുടെ ശരീരമാണ്. ഈശോ സഭയിലൂടെയാണ് തുടരുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്ന പോലെ എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, സഭ ഇഷ്ടമല്ല. എന്ത് കണ്ടുകൊണ്ടാണ് പറയുന്നത്? നമ്മളെയൊക്കെ കണ്ടുകൊണ്ടാണ് പറയും. നമ്മുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ട് അതൊക്കെ അതിൻ്റെ ദുർമാതൃകൾ കണ്ടുകൊണ്ട് മനുഷ്യൻ പറയുക സഭ ഇഷ്ടമില്ല. അവർ നോക്കുന്നതാണ് ഈ സഭയുടെ ഇങ്ങനെയുള്ള ഹൈറാർക്കിയും സ്ട്രക്ചറും അതിൻ്റെ അംഗങ്ങളുടെ ജീവിതശൈലിയും ഇങ്ങനെ ഇരട്ടത്താപ്പായിട്ട് നടക്കുന്നത് കണ്ട് ആളുകളെ കണ്ടുകൊണ്ടായി പറയുന്നത്. അതല്ല സഭ. സഭ അദൃശ്യയായ സഭ ഈശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെ ഫലമായി മുടി ചൂടി നിൽക്കുന്ന സഭ. അതായത് ഈ ലോകത്തിൽ സർവ്വ ഭംഗിയുമുള്ള, അതായത് പുതിയ ജെറൂസലേം മുടി ചൂടി നിൽക്കുന്ന പുതിയ സഭ കണ്ടില്ലേ? മണവാട്ടിയെ പോലെ കടന്നു വരുന്ന സഭ അദൃശ്യമായി നിൽക്കുന്ന ദൃശ്യസഭയുടെ ഉള്ളിലെ സഭ. അതാണ് സഭ എന്ന് പറയുന്നത്. അത് ആന്തരികമാണ്. ആന്തരികമായ സഭയോട് ബന്ധപ്പെട്ട് ബാക്കി അടയാളങ്ങളൊക്കെ മാനുഷിക ബലഹീനതകളുള്ളവർ തന്നെയാണ്, നമ്മളെപ്പോലെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഗൗരവമായിട്ട് എടുക്കാതെ നമ്മൾ കർത്താവിൻ്റെ സഭ ഈ ഭൂമി നിലനിൽക്കുന്നത് പക്ഷേ ഈ ബാക്കി അടയാളങ്ങളിലൂടെ തന്നെയാണ്. അത് നമ്മൾ ആ വിധത്തിൽ അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തെ അങ്ങോട്ട് ഫലപുഷ്ടമാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, വിശ്വാസത്തിന് പ്രബോധനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യമായി. 2, വിശ്വാസ ജീവിതത്തിന് പ്രാധാന്യമാണ്. പ്രബോധനം കൊടുത്താൽ പോലെ ഇത് ജീവിക്കാൻ ഇപ്പോൾ പറ്റണമല്ലോ. കാരണം എങ്ങനെയാണല്ലോ ഇപ്പോൾ ജീവിതം പോകുന്നത്. ഇത് ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിക്കാൻ നമ്മളിവിടെ ഇരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിന് പ്രബോധനം, ജീവിതം, അതോടൊപ്പം തന്നെ വിശ്വാസന ആഘോഷം. അതാണ് ആരാധനക്രമം. വിശ്വാസന ആഘോഷം നമ്മൾ സജീവമായിട്ട് പങ്കുചേരണം. പിന്നെ അതുകൂടെയല്ല വിശ്വാസത്തിൻ്റെ പ്രകാശനം, അതെങ്ങനെ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചിന്തകൾ, പ്രത്യേകിച്ച് പുതുഞായറാഴ്ച, ജീവൻ പകരുന്നതായിട്ട്, ആത്മാവ് നിറയുന്നതായിട്ട്, സത്യം പ്രഘോഷിക്കാൻ ധൈര്യം തരുന്നതായിട്ട്, ചുറ്റുപാടുകളൊന്നും വിഷാദമില്ലാതെ, നിരാശയില്ലാതെ, ഒരു തരത്തിലും തകർച്ചയില്ലാതെ, മനത്തകർച്ചയില്ല, തൻ്റെ അടുത്തുകൂടി കത്താനും സാക്ഷ്യം വഹിക്കാനുള്ള കരുത്തുള്ളതായിട്ട് ആത്മാവിൽ നിറഞ്ഞവരായി തീരാൻ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കുകയും ഈശോയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവാദത്തിൻ്റെ സ്നേഹവും പിതാമാൻ സഹവാസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.